ഫ്രണ്ട്സ് നമസ്കാരം, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചു കാലുകൾക്കുള്ള വ്യായാമങ്ങളാണ്. അപ്പം ഞാൻ ഇതേ കണക്കുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടിട്ട് വളരെ നല്ല റിസൾട്ടാണ് അതിൽ നിന്നൊക്കെ കിട്ടിയെന്ന് പറയുന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് പ്ലാനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരല്പം ലെങ്ത് ആയിരിക്കും, ഏകദേശം ഒരു 20 മിനിറ്റോളം ഈ ഒരു വർക്കൗട്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഈ 20 മിനിറ്റ് ഞാൻ ഫുള്ളായിട്ടുള്ള വർക്കൗട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക. നിങ്ങൾ ഒരൊറ്റ ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഈ കാൽമുട്ട് വേദന, അതിനൊക്കെ തന്നെ കാലുകളുടെ ബലക്കുറവ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ എക്സസൈസ് റൊട്ടീനാണിത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്ഷമയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ഒപ്പം ഈ ഒരു വ്യായാമം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. ഞാൻ വെറുതെ തമാശയ്ക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ പ്രയോജനം തരുന്ന വീഡിയോസ് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതൽ നമുക്ക് വലിച്ചു നീട്ടാതെ നേരെ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്ന കണക്ക് തന്നെ ഈ വർക്കൗട്ട് ചെയ്തു. നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാം, ഒരു സ്റ്റൂൾ ഉപയോഗിക്കാം, ബലമുള്ള തടിയുടെ സ്റ്റൂൾ ഉപയോഗിക്കാം. ഞാനിപ്പം ഇതേ കണക്കൊരു ടീപ്പോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു അല്പം കൂടെ പൊക്കത്തിന് വേണ്ടിയിട്ട് ഞാനൊരു തലാണ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേപോലെ ഉയർത്തുക. അതിനുശേഷം ഞാൻ റബ്സ് എണ്ണുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങളും അതേപോലെ എണ്ണിക്കൊണ്ട് തന്നെ ചെയ്യുക. ഓക്കെ, നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പതുക്കെ നമ്മുടെ കാലിന് ഇതേ കണക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക ഇതേപോലെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതേപോലെ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് ഉയർത്തുക. ഒരു കാരണവശാലും നിങ്ങളുടെ കാല് ബെൻഡായി പോകരുത്. ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കൈത ഇതേ കണക്ക് സ്ട്രോങ് ആയിട്ട് പിടിക്കാവുന്നതാണ്. അതിനുശേഷം പതുക്കെ ഇതേ റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അതിനുശേഷം തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം നിങ്ങൾക്ക് കാല് ഇതേ കണക്ക് സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കാലിന് ഒരു കാരണവശാലും ഈ കാൽമുട്ട് അല്ലെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗം ബെൻഡായി പോരുത്. അപ്പം ഈ ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ് ചെയ്യുക. കാല് ഒന്ന് പതുക്കെയൊക്കെ ഒന്ന് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കാലിൻ്റെ തുടകളിലോട്ടൊക്കെ ഉള്ള ആ ഒരു രക്തോട്ടമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസ് ആണ്. കാലിൻ്റെ ഈ മുട്ടുവേദനയ്ക്കൊക്കെ വളരെ പ്രയോജനം തരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഒന്നും കൂടെ ഇത് ആവർത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, കാല് പതുക്കെ ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9,
10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം നമുക്ക് വീണ്ടും റിലാക്സ് ചെയ്യാം. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പെയിൻ അനുഭവപ്പെടും. ഓക്കെ, നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഈ മസിൽസ് ഒക്കെ സ്ട്രെങ്ത് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ പെയിൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് ഇതേപോലെ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ തന്നെ അല്പം ലെങ്തി ആയിട്ട് പോകും വീഡിയോ. നിങ്ങൾ ക്ഷമയോടുകൂടി ചെയ്യുക, ഒപ്പം ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതേ കണക്ക് ഇരുന്നതിന് ശേഷം നമുക്ക് കാഫ് റൈസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ ടോൺ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതേ കണക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നല്ല എക്സസൈസ് ആണ്. 1, 2, മുകളിൽ കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമ്മൾ 20 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ തന്നെ ഈ ഒരു ഭാഗത്തെ മസിൽസിന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടുള്ള ആ ഒരു പമ്പിങ്, ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്, സിറ്റിംഗ് കാഫ് റൈസ്. അപ്പം നമുക്ക് വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കാം. ഓക്കെ, വീണ്ടും നിങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ നല്ല പെയിൻ അനുഭവപ്പെടും. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. നമ്മൾ ഇങ്ങനെ കറുത്ത ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. ആ ഒരു മസിൽസ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൾ കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്തോളുക. ഓക്കെ, അപ്പ്, 2 കാലുകളും ഒരേപോലെ ഉയർത്തുക. അതിനുശേഷം ഇതേപോലെ കൊണ്ടുവന്ന് പഴയ പൊസിഷൻ. 1, 2, 3, 4, 5, 6. കാലിൻ്റെ മുഴുവൻ മസിൽ ഗ്രൂപ്പിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എക്സസൈസ് ആണിത്. ഓക്കെ, 8, 9, 10, 11, 12, 13, 14, 15, 16. കാലിൻ്റെ മസിൽസുകളെല്ലാം നല്ല രീതിയിൽ വലിഞ്ഞ് മുറുകയാണ്. 17, 18, 19, 20. ഓക്കെ, നിങ്ങളുടെ ഗ്ലൂട്ട്സിന്റെ മസിൽസ് വരെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ എക്സസൈസ് ആണിത്. ഓക്കെ, അപ്പം നമ്മൾ 20 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ കാല് ജസ്റ്റ് ഇതേ കണക്കൊന്ന്
നമ്മളൊന്ന് കാല് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് അനക്കിയൊക്കെ കൊടുക്കുക. ഓക്കെ, ആ ഒരു മസിൽസിനെയൊക്കെ ഒന്ന് ഇതാവട്ടെ. നൈസ്. അപ്പം അതിനുശേഷം വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമോൺ, അപ്പ്, 1, വെരി ഗുഡ്, 2. നിങ്ങൾ ഇതേ കണക്ക് തന്നെ എൻ്റെ ഒപ്പം ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന എക്സസൈസ് ആണിത്. 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8. വെരി ഗുഡ്. കമാൺ, നിങ്ങൾ നിർത്തരുത്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ ഈ റബ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ റബ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ എക്സസൈസ് ആണിത്. ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കാലുകൾക്ക്, നിങ്ങൾക്ക് നല്ല സ്റ്റെപ്പുകളൊക്കെ ഓടി കയറാനും, നിങ്ങൾക്ക് എന്ത് പ്രവൃത്തികളല്ല, നിങ്ങൾ വെറുതെ തൈലവും അതും ഇതും ഒക്കെ മേടിച്ചിട്ട് ഉള്ള ഒരു സമയം, ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു എക്സസൈസിന് വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കാലുകളെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ എക്സസൈസ് റുട്ടീനാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു വർക്കൗട്ട് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അങ്ങനെ നമ്മൾ 20 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ തുടഭാഗമാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്, തുടയുടെ ഭാഗം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഈ ഒരു ഹിപ്പിന്റെ ഭാഗം, നമ്മുടെ നമ്മുടെ കോർ മസിൽ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എക്സസൈസ് ആണ്. നമ്മുടെ കാലിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് മൂവ്മെന്റ്സുകളാണ്. ഓക്കെ, നമ്മുടെ കാലുകളെ മാക്സിമം മൂവ് ചെയ്യിപ്പിക്കുക. നമ്മുടെ വ്യായാമക്കുറവ്, നമ്മുടെ കാലുകൾക്ക്, നമ്മൾ കാലുകളെ മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും കണ്ടുവരുന്നത്. വെരിക്കോസിസ് വെയിൻ മാറ്റിയെടുക്കാൻ ഈ ഒരു വർക്കൗട്ട് സഹായിക്കും. ഓക്കെ, ഇത് ചെയ്യുന്ന വഴി കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വെരിക്കോസിസ് പോലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇത് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യായാമമാണ്. നമ്മുടെ കാലുകളുടെ ഫുള്ള് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ്, സ്കോട്ട്. സ്കോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഇരുന്നിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നിൽക്കുന്ന കണക്ക് പതുക്കെ 1, 2, 3, 4, 5, 6, 7, 8, 9,
റിലാക്സ് ഇരിക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കാലിന്റെ ഫുള്ളായിട്ടുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലോട്ട് പതുക്കെ വരിക. അന്ന് നമ്മുടെ ഈ ഒരു കാലിന്റെ മുട്ട് ഇതേ കണക്ക് ഒന്ന് ആവും. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ വ്യായാമമാണ്. അപ്പം നമ്മൾ ഒരു 10 ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ എഴുന്നേൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ മൂവ്മെന്റ്സ് അതാണ് പ്രധാനം. വീണ്ടും നമുക്ക് ആരംഭിക്കാം. 1 2 3 4 5 6 വെരി ഗുഡ് 7 8 9 10. സൂപ്പർ എക്സസൈസ് ആണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ 2 പ്രാവശ്യം ചെയ്യുക. വീണ്ടും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം. റിലാക്സ്. മൈക്ക് പോലും വീർത്ത് പോയിട്ടുണ്ട് വർക്കൗട്ട് ചെയ്ത്. ഓക്കെ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ലെങ്ത് കൂടുതലാണ്. പക്ഷെ ആ ഒരു ലെങ്ത് കൂടുതൽ നിങ്ങൾക്കാണ് പ്രയോജനം ഉണ്ടാവുന്നത്. ഓക്കെ, എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങളുടെ കാലുകളുടെ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ മാറ്റിയെടുക്കുന്നത്. വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ കണക്ക് ഇരിക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ ഫിംഗർ കുത്തിക്കൊണ്ട് ഇതേ കണക്ക് ചെയ്തു. ഇനിയിപ്പോൾ അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് ചെയ്യാൻ പോകുന്നത്. കമോൺ, ചെയ്യാം. ഇതേപോലെ 1 2 3 4 5. നല്ല പെയിൻ അനുഭവപ്പെടും ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അതൊന്നും പ്രശ്നമാക്കണ്ട. 6 7 8 9 10. വെരി ഗുഡ്. കമോൺ. 1 2 3 4 5 6 7 8 9 10. ഞാൻ പറഞ്ഞല്ലോ മൂവ്മെന്റ്സ്. അപ്പം ഈ ഒരു മസിൽസിനെ ആക്ടിവേഷൻ ആക്കാനാണിത്. ഓക്കെ, അപ്പം ഒന്ന് റിലാക്സ് ചെയ്യുക. ചെയ്തതിന് ശേഷം റിലാക്സ് റിലാക്സ്. അതാണ് ഞാൻ എൻ്റെ ഒപ്പം ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് ആരംഭിക്കാം. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പം നമ്മൾ ഇരുവണ്ണം വീണ്ടും ചെയ്തിരിക്കുകയാണ്. റിലാക്സ് ചെയ്യാം. ആ മസിൽസിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഓക്കെ, മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി അതൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫൈനൽ എക്സസൈസ് നല്ല കിടിലൻ എക്സസൈസ് ആണിത്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ശേഷം നിങ്ങളുടെ കാല് ഇതേ കണക്ക് മുമ്പോട്ട് കൊണ്ടുപോവുക. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഉയർത്തുക, താഴോട്ട് കൊണ്ടുവരിക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18
19. ഓ 20. ഈ തുടയുടെ വശം നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. ഈ ഒരു ഭാഗം, ഈ ഇന്നർ തൈ, ഈ ഒരു ഭാഗമൊക്കെ നല്ല എക്സസൈസ് ആണ്. അപ്പം ഒന്ന് റിലാക്സ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, മൂവ്മെന്റ്സ് ആണ് പ്രധാനം. ഓക്കെ, നമ്മുടെ കാലുകളെ മാക്സിമം മൂവ് ചെയ്യിപ്പിക്കുക. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് 1 2 3, വെരി ഗുഡ്, 4 5 6 7 8 9 10 11. കമാൺ. ടോൾ. വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിക്കളയരുത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ആ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മസിൽസ് സ്ട്രെങ്ത് ആവുന്നതിൻ്റെ ലക്ഷണമാണ്. മിക്കവാറും ആൾക്കാരൊക്കെ അവിടെ പെയിൻ വരുന്നു എന്നും പറഞ്ഞിട്ട് നിർത്തിയിട്ട് പൊയ്ക്കളയും. വേറെ ഏതാണ്ട് പ്രശ്നമാണെന്ന് കരുതിയിട്ട്. ഒരിക്കലും അല്ല. കമാൺ. അങ്ങനെ 20 റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കൂടി ഒരു 20 മിനിറ്റ് മതിയാവും. നിങ്ങൾ ആഴ്ചയിൽ ഇന്ന് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരിക്കും. കാരണം കംപ്ലീറ്റ് മസിൽസും ആക്ടിവേഷൻ ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക, അടുത്ത ദിവസം ചെയ്യുക, വീണ്ടും അതിനടുത്ത ദിവസം റെസ്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 or 4 വട്ടം നിങ്ങൾ ചെയ്താൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ കാലിൻ്റെ പ്രശ്നം, കൈയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരാതികൾ പറയുന്നുണ്ട്. അപ്പം കൈകളുടെ വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കൈകൾക്ക് സ്ട്രെങ്ത് കിട്ടുന്ന എക്സസൈസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഈ കാൽമുട്ട് വേദന, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പരാതികൾ പറഞ്ഞു കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എക്സസൈസ് തന്നെയാണ് ഇതിനൊക്കെയുള്ള ഒരു നല്ല പരിഹാരം എന്ന് പറഞ്ഞത്. നമ്മുടെ ആ ഒരു കാലുകളെയൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വ്യായാമം നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് തരാനായിട്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ഇതേ കണക്ക് എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ വർക്കൗട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആണെന്ന് പറയാം.